കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തോരം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞൊരു യാത്രയായിരുന്നു ഇത് കേട്ടോ. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പോവാണ്. പാസ്പോർട്ട് വേണ്ട ആൾ നല്ല ഉറക്കാണ്. എന്നാലും രാവിലെ പ്രാർത്ഥിച്ച് തന്നെ അങ്ങ് ഇറങ്ങി. ഇതിപ്പോൾ ഈ മാസത്തെ 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ ലണ്ടനിലേക്ക്. എപ്പോൾ പോയാലും ഞങ്ങൾ രണ്ടും കാറി കയറി ഒറ്റ ഇരിപ്പങ്ങടെ ഇരിക്കും. പോകുന്ന വഴിക്ക് കുറച്ചെങ്കിലും കാഴ്ചകൾ കാണാമല്ലോ എന്നാണ് നമ്മുടെ ഉദ്ദേശം. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടത്തിൽ വീട്ടിലിരുന്ന് മടുക്കുന്നതിന് കഴിഞ്ഞ് നല്ലത് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതല്ലേ. പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പതിയെ സ്ട്രീറ്റ് ലൈറ്റ്സ് കാണാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ ഒരു ലക്ഷ്യത്തോടെ കൂടിയാണ് ഞാൻ കാറി കയറിയിരുന്നതും. പക്ഷേ ഇന്ന് നല്ല മഴയും തണുപ്പൊക്കെയാണ്. സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ പരിപാടി നടക്കുമെന്ന് അറിയില്ല. കുറച്ചൊന്ന് ആലോചിച്ചപ്പോൾ തൽക്കാലം ബ്രിഡ്ജ് കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാമെന്ന് കരുതി. 2 മാസമായിട്ടുള്ള ഇവനെയും കൊണ്ട് കറങ്ങി നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വഴക്ക് കേൾക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ട് തണുപ്പായതുകൊണ്ട് തന്നെ സീക്ക് പഞ്ഞിക്കുപ്പായത്തിൻ്റെ ഉള്ളിൽ പൊതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുവാണേ. കഴിഞ്ഞ പ്രാവശ്യം പകൽ സമയത്താണ് വന്നത്. നൈറ്റ് വ്യൂവിൽ ഇത് ബ്രിഡ്ജ് കാണുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലേ കുറച്ച് ദിവസത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇങ്ങനെ ഇറങ്ങി ലൈറ്റൊക്കെ കാണുമ്പോൾ പൊന്നെ കിട്ടുന്ന ഒരു ആശ്വാസം. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതിലൊന്നാണ് ഞങ്ങൾ പാരൻസ് ആയതും. ഇപ്പം പ്രയോറിറ്റി എല്ലാം ഇവനായതുകൊണ്ട് തന്നെ ഇവൻ്റെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ പഴയ കാര്യങ്ങൾ ആലോചിക്കുക ഒരു രസം തന്നെയാണ്. എന്തായാലും യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും മനസ്സിൽ തോന്നിപ്പിച്ച മറ്റൊരു യാത്ര കൂടിയായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ യാത്രാപ്രേമിയായിട്ടുള്ള എനിക്ക് ഇപ്രാവശ്യത്തെ സ്ട്രീറ്റ് ലൈറ്റ്സ് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. സാരല്ല, ദൈവം ഇനി ഒരു അവസരം വീണ്ടും ഒരുക്കും. അപ്പോൾ ശരി, ബൈ ബൈ.